നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മീൻ അച്ചാറാണ്. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മീൻ ചെറിയ കഷ്ണങ്ങളാക്കി ഞുറുക്കി വെച്ചിരിക്കുന്നത് നല്ല ദശക്കട്ടിയുള്ള മീനാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന കേര മീൻ. അത് ചെറിയ കഷ്ണങ്ങളാക്കി ഞുറുക്കി വെച്ചിരിക്കുന്നു 1 കിലോ. ഉപ്പ് ആവശ്യത്തിന്. നമ്മൾ മീനച്ചാറിന് നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നല്ലെണ്ണ, വിനാഗിരി, കായപ്പൊടി 1 സ്പൂണ്, കറിവേപ്പില, കടുക്, മഞ്ഞൾപ്പൊടി, ഉണക്കമുളക്, ഉലുവാപ്പൊടി, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത്. അത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി, ഇഞ്ചി വെളുത്തുള്ളി. ഇനി നമുക്ക് ആദ്യമായിട്ട് മീനിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. മീനിൻ്റെ കഷ്ണങ്ങളെ പിടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. മഞ്ഞൾപ്പൊടിയുടെ പകുതി ചേർക്കുക. രണ്ട് സ്പൂൺ മുളക് പൊടി കൂടി ഇടുക. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. മസാലയെല്ലാം കൂടെ മീനിലേക്ക് നന്നായിട്ട് പറ്റി വരാനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഫിഷ് പീസസ് എല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിങ്ങനെ മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ വയ്ക്കാം. നമ്മൾ ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. മസാലയൊക്കെ ഫിഷ് പീസസിലേക്ക് പിടിച്ചു. ഇനി ഒരു പാന് അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. ഇതിലേക്ക് നമുക്ക് മീൻ വറുത്തെടുക്കുന്നതിന് ആവശ്യമായ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. മീൻ വറക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നല്ലെണ്ണ ഒഴിച്ചു. എണ്ണ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ടിട്ട് വറുത്തെടുക്കാം. നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ്പ് ഫ്രൈയിങ് ആണ്. മീൻ വറക്കാനായിട്ട് ഇട്ടു. ഇനി ഇതിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം നമുക്ക്. ഇതിൻ്റെ ഒരു സൈഡ് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറിച്ചിടാം. ഇത് മറിച്ചിട്ട് രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഫിഷ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം.
മീൻ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നമ്മൾ മീൻ വറുത്ത് മാറ്റി വെച്ചു. ഇനി ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അച്ചാറിനെല്ലാം നല്ലെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇടുക. ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. മുളകൊക്കെ കൂടെ ഒന്ന് മൂത്ത് വരാനായിട്ട് ഇളക്കി കൊടുക്കുക. കറിവേപ്പില മുളകൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്യാം. ഇതൊരു ചെറിയ ഗോൾഡൻ കളറാകുന്ന വരെ നന്നായിട്ട് എണ്ണയിൽ ഇളക്കി കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യാം. മീനിൽ നന്നായിട്ട് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് 1 സ്പൂൺ മുളക് പൊടി കൂടെ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഉലുവ പൊടിച്ച് വെച്ചിരിക്കുന്ന 1/2 സ്പൂൺ, 1 സ്പൂൺ കായപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം. മസാലയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കുക. മസാലയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. മീനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. വിനാഗിരി ചേർത്ത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതാണ് തയ്യാറായ മീനച്ചാർ. ഇനി ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കാവുന്നതാണ്.